ഡേയ്സ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഫ്രൈഡേ വ്ളോഗാണ്. രാവിലെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നേരെ കിച്ചണിലേക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഒരുക്കങ്ങളായി. നല്ല പുഴുങ്ങിയ മധുരക്കിഴങ്ങും പിന്നെ ഒരു ചമ്മന്തിയും നല്ല കട്ടൻ കാപ്പിയൊക്കെ ഇട്ടിട്ട് അതൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നേരെ പൊതിച്ചോറിൻ്റെ പരിപാടിയിലേക്കായി. ഇന്ന് ലഞ്ച് നമുക്കിന്ന് പൊതിച്ചോറാണ്. ഒരു സ്പെഷ്യലാക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് മാങ്ങാ ചമ്മന്തിയാക്കി, പിന്നെ ചേന മെഴുക്കുവരട്ടി ഉണ്ടായിരുന്നു, ഒരു പയറ് കറി ആക്കി, പിന്നെ ഫിഷ് ഫ്രൈയും മുട്ടയും പൊരിച്ചു. അതിൻ്റെ കൂടെ ഒരു പപ്പടവും കൂടെ കാച്ചി. അങ്ങനെ നമ്മുടെ പൊതിച്ചോറുകളുടെ കറികളെല്ലാം ആയിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ പൊതിച്ചോറ്. വളരെ ഭയങ്കരമായിട്ട് നമുക്ക് നൊസ്റ്റാൾജിക് ഫീൽ ചെയ്തു. അങ്ങനെ എനിക്കും ഹസ്ബൻഡിനുള്ള പൊതി നമ്മൾ കെട്ടി. അത് കഴിഞ്ഞ് നമ്മൾ കഴിക്കാനായിട്ട് പൊതി നമ്മൾ ഓപ്പൺ ആക്കി. നല്ല സ്മെല്ലായിരുന്നു ആ വാഴയില വാട്ടിയതും എല്ലാം. നമ്മൾ നല്ലൊരു നൊസ്റ്റാൾജിക് ഫീൽ നമുക്ക് ഫീൽ ചെയ്തു. നല്ലൊരു ലഞ്ച് നമ്മൾ പ്രിപ്പയർ ചെയ്തു. ഇന്ന് ഭയങ്കര സന്തോഷമായി നമ്മളിന്ന് പ്രിപ്പയർ ചെയ്തപ്പോൾ. ഇതാണ് നമ്മുടെ പൊതിച്ചോറ്. ഇതിനകത്തിരുന്ന് തന്നെ ആ ഒരു സ്മെല്ലൊക്കെ നല്ല പറയുമ്പോൾ തന്നെ നമുക്ക് സ്മെല്ല് കിട്ടുന്നുണ്ട്. അങ്ങനെ പൊതിച്ചോറൊക്കെ കഴിഞ്ഞു. നേരെ ഊണൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കുറച്ചൊന്ന് മയങ്ങി. അത് കഴിഞ്ഞിട്ട് ഈവനിങ് സ്നാക്സ് ടൈമായി. അങ്ങനെ അവൽ കുതിർത്തതും കട്ടൻ കാപ്പിയൊക്കെ ഇട്ട് കുടിച്ചു. എന്നിട്ട് വൈകിട്ട് നമ്മൾ പുറത്തേക്ക് പോയി. പുറത്തേക്ക് ഇവിടെ ബുധയിൽ തന്നെ നമ്മുടെ റൂമിൻ്റെ അടുത്തൊരു ജാസിം അഗ്രികൾച്ചർ ആൻഡ് വെറ്റിനറി ഒരു പ്ലാന്റ് ഷോപ്പിലേക്കാണ് പോയത്. ഇത് കുറേ ഇൻഡോർ പ്ലാന്റ്സും ഔട്ട്ഡോർ പ്ലാന്റ്സും ഒക്കെ ഉള്ള ഒരു ഷോപ്പാണ്. അവിടെ ഇൻഡോർ പ്ലാന്റ്സും ഔട്ട്ഡോർ പ്ലാന്റ്സും മാത്രമല്ല, നമ്മുടെ വെജിറ്റബിൾസ് ആയ എല്ലാം ഉണ്ട്. തക്കാളിയുടെ ഉണ്ട്, മുളകിൻ്റെ ഉണ്ട്, ഫ്ലവേഴ്സ് ഉണ്ട്, തെറ്റി, അങ്ങനെ കുറേ ഉണ്ട്. അങ്ങനെ വെറൈറ്റി നമ്മുടെ കുറേ എന്താ പറയുക മണി പ്ലാന്റ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നല്ലൊരു ഈവനിങ് ആയിരുന്നു അത്. നല്ലൊരു ഷോപ്പാണിത്. കുറേ മണി പ്ലാന്റ്സിൻ്റെ വെറൈറ്റി ഉണ്ട്, ഹാങ്ങിങ്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റ്സ് ഉണ്ട്. പിന്നെ നല്ല റീസണബിൾ പ്രൈസുമാണ്. അത് വലിയ പ്രശ്നമില്ലാത്തതുമാണ്. നല്ലൊരു ഷോപ്പാണിത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറേ ഔട്ട്ഡോറിനൊക്കെ പറ്റിയ കുറേ ഡെക്കറേഷൻസ്, പെബിൾസ്, അങ്ങനെ ഒരു വാട്ടർ ഫൗണ്ടൻ എല്ലാം ഉണ്ട്. കുറേ ചട്ടികളുണ്ട്, സീഡ്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് വെറൈറ്റി ഇൻഡോർ പ്ലാന്റ്സും ഔട്ട്ഡോർ പ്ലാന്റ്സും ഉണ്ട്. എല്ലാത്തിൻ്റെ ഫ്രൂട്ട്സിൻ്റെ ഫ്ലവേഴ്സിൻ്റെ ഒക്കെ സീഡ്സും ഒക്കെ ഇതിൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നേരെ ഇറങ്ങിയത് ബുധയിലുള്ള ലഗൂണ ബീച്ചിലായിരുന്നു. നല്ലൊരു ബീച്ചാണ്, ഭയങ്കര സ്പേഷ്യസ് ആണ് ആ ബീച്ചിൽ. പോകുന്ന വഴിക്ക് ഇത് കണ്ടില്ല, പാലസ് ഒക്കെ ഉണ്ട്. അങ്ങനെ പാലസിൻ്റെ പുറമേ നമ്മൾ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ ക്യാമറ ഒക്കെ വെച്ചിട്ടുണ്ട്, എന്നാലും നമ്മൾ ആ ഒരു രീതിയിൽ നമ്മൾ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു.
അങ്ങനെ നമ്മൾ ബീച്ചിലേക്ക് പോവാണ്. അവിടെ നോക്ക് നല്ല റഷുണ്ട്, ഫ്രൈഡേ ആയതുകൊണ്ട്. പാർക്കിംഗ് ഒക്കെ നമുക്ക് കുറേ കഴിഞ്ഞിട്ടാണ് കിട്ടിയത്. എല്ലാവരും ഫ്രൈഡേയിൽ ഈവനിങ് വന്ന് കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്യുന്നൊരു സ്ഥലമാണല്ലോ ബീച്ച്. ഈ ടൈമിലൊക്കെ നല്ലൊരു ക്ലൈമറ്റ് ആയതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് ഫാമിലിയായിട്ട് ഫ്രണ്ട്സായിട്ടും ഒക്കെ വന്ന് നല്ലപോലെ എൻജോയ് ചെയ്യുന്നൊരു സ്ഥലമല്ലേ ബീച്ച്. കുറേ സ്പേസ് ഉള്ളൊരു ബീച്ചാണ്. നമുക്ക് വാക്കിങ്ങിനായാലും ജോഗിങ്ങിനായാലും എല്ലാം എക്സസൈസ് എല്ലാ കാര്യം, കുട്ടികൾക്ക് കളിക്കാനൊക്കെ കുറേ റൈഡുകളും ഒക്കെ ഉണ്ട്. നല്ലൊരു ഈവനിങ് ആയിരുന്നു നമ്മുടേത്. അങ്ങനെ കുറച്ചു നേരം ബീച്ചിലൊക്കെ നിന്നപ്പോഴത്തേക്കും ടൈം നല്ല രാത്രിയായി. രാത്രിയായപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നേരെ ദേപ്പൂട്ടിലേക്ക് പോയി. അങ്ങനെ നമ്മൾ ദേപ്പൂട്ടിലെത്തി. ഫ്രൈഡേ ആയതുകൊണ്ട് ഇവിടെ നല്ല റഷായിരുന്നു. കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് സീറ്റ് കിട്ടി. അങ്ങനെ നമുക്ക് കട്ടൻ ചായയും പപ്പടമൊക്കെ കൊണ്ടുവച്ചു. നമ്മൾ സ്റ്റാർട്ടേഴ്സായിട്ട് പറഞ്ഞത് ചിക്കൻ സൂപ്പ് പറഞ്ഞു, ചിക്കൻ ലോലിപോപ്പ്, പിന്നെ ചിക്കൻ ടിക്ക പറഞ്ഞു. ഫുഡായിട്ട് നമ്മൾ പറഞ്ഞത് ചപ്പാത്തി, പൊറോട്ട, പിന്നെ ചിക്കൻ റോസ്റ്റ് പറഞ്ഞു, പിന്നെ ഒരു ഗീ റൈസും കൂടെ പറഞ്ഞു. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് എത്തി. ഇതാണ് നമ്മൾ മേടിച്ച പ്ലാന്റ്സ്. നല്ല പ്ലാന്റ് ആട്ടോ, നല്ല ഇൻഡോർ പ്ലാന്റ്സ് ആണ്. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം. താങ്ക്